ഏവർക്കും സ്നേഹവന്ദനം. മുൻ എപ്പിസോഡുകൾക്ക് നിങ്ങൾ നൽകിയതായിട്ടുള്ള പ്രോത്സാഹനങ്ങൾക്കും നിങ്ങളുടെ നല്ല കമൻറ്റുകൾക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്കിത് ഏറെ പ്രയോജനപ്പെടുന്നു എന്ന് ചിലരൊക്കെ പറയുകയുണ്ടായി. ദയവുണ്ടായിട്ട് ഇത് നിങ്ങളുടെ സ്നേഹിതന്മാരുമായിട്ട് നിങ്ങൾ പങ്കുവെക്കണമേ, ഫോർവേഡ് ചെയ്യണമേ. ഗ്രൂപ്പുകളിൽ പ്രത്യേകിച്ച് എല്ലാ ആളുകളും, സത്യം അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ടുന്ന സത്യത്തെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അത് നിങ്ങളുടെ സഹകരണത്തോടു കൂടെ മാത്രമേ ആളുകളിലേക്ക് എത്തുകയുള്ളൂ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ബൈബിൾ സർവ്വജനത്തിനും വേണ്ടിയുള്ള സാഹിത്യമാണ് എന്നുള്ള നാലാമത്തെ സംഭവത്തിലേക്ക് നമ്മൾ വരികയാണ്. ബൈബിളിനെ എന്തുകൊണ്ട് സാർവജനീക സാഹിത്യം എന്ന് വിളിക്കുന്നു? ഒന്നാമതായിട്ട്, ഇത് പഠിക്കുവാനുള്ള അവകാശം സർവ്വജനീകമാണ്. നമുക്കറിയാം, ലോകത്തിലെ എല്ലാ മതഗ്രന്ഥങ്ങളും എല്ലാവർക്കും വായിക്കുവാൻ അവകാശമില്ല. ഉദാഹരണമായി, ഇന്ത്യയിലെ ആര്യന്മാരുടെ മതഗ്രന്ഥങ്ങളായ വേദങ്ങളും ഉപനിഷത്തുക്കളും അവരുടെ തന്നെ ദാസന്മാരായി ജീവിക്കുവാൻ വിധിക്കപ്പെട്ടിരുന്ന ശൂദ്രന്മാർ പോലും വായിക്കുവാനും പഠിക്കുവാനും പാടില്ലായിരുന്നു. മതഗ്രന്ഥങ്ങളെല്ലാം അന്യമത മനുഷ്യരെ വേദങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ വിശുദ്ധ ബൈബിൾ മാത്രം എല്ലാവരെയും ഇത് വായിക്കുവാനും വായിച്ച് കേൾപ്പിക്കുവാനും പാലിക്കുവാനും അനുസരിക്കുവാനും ആഹ്വാനം ചെയ്യുകയാണ്. ബൈബിളിന്റെ അവസാന പുസ്തകമായ വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഈ പ്രവചനങ്ങൾ വായിക്കുന്നവർ ഭാഗ്യവാന്മാർ, ഇത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ, ഇങ്ങനെ അനുവർത്തികളെയും ശ്രോതാക്കളെയും അനുവാചകരെയും ഒരേപോലെ ഭാഗ്യവാന്മാരാക്കുന്ന പവിത്ര സന്ദേശമടങ്ങിയ ഏക വേദഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ഇതാർക്കും വായിക്കാം, ഇതാർക്കും പഠിക്കാം, ഇതാർക്കും പാലിക്കാം. അടിമയ്ക്കും ഉടമയ്ക്കും, സവർണനും അവർണനും, ആര്യനും അസുരനും, യവനും ശകുനും ദാസനും ബർബരനും ഒരുപോലെ വായിക്കുവാൻ അവകാശമുള്ള ഏക അനുഗ്രഹീത ആധ്യാത്മിക ദൈവിക ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ, അദ്ദേഹം എല്ലാ സ്റ്റേജുകളിലും വളരെ കൃത്യമായിട്ട്, പ്രത്യേകിച്ച് സുവിശേഷ പ്രസംഗ വേദികളിലൊക്കെ ബൈബിളിലെ വാക്യങ്ങളെടുത്ത് വളരെ സന്ദർഭോചിതമായിട്ട് മനുഷ്യൻ്റെ ഹൃദയങ്ങളെ സ്പർശിക്കുമാറ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഇത് പങ്കുവെക്കുന്നു. അദ്ദേഹത്തെ നയിക്കുന്ന വെളിച്ചം, ഞാനത് വളരെ ശക്തമായി അദ്ദേഹത്തെ ആ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് എതിർപ്പുകളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം ജയാളിയായ ഒരു യേശു കർത്താവ് കൂടെയുണ്ടെന്നും ഈ വചനം നമുക്ക് തന്നവൻ നമ്മുടെ കൂട്ടാളിയാണെന്നും വഴി ഒരുക്കുന്നവനാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് ആ കാര്യങ്ങൾ പങ്കുവച്ചതെന്നാണ്. അത് ശരിയാണ്. അദ്ദേഹത്തിന് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വായിച്ചിരിക്കേണ്ടുന്നതായ, അറിഞ്ഞിരിക്കേണ്ടുന്നതായ അത്ഭുതമേറിയ സത്യങ്ങളാണ്. ഈവൻ നമ്മുടെ ദിവംഗതനായ ബഹുമാന്യനായിരുന്ന മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായി പ്രവർത്തിച്ചിരുന്ന V.S. അച്യുതാനന്ദൻ, ഞാൻ ഏറെ ആദരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പലപ്പോഴും ബൈബിളിനെ കോട്ട് ചെയ്തുകൊണ്ട് നിയമസഭയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ ആത്മീക പ്രചോദനം നൽകുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അതൊരു പ്രത്യേക മതത്തിനോ ജാതിക്കോ വേണ്ടിയിട്ടല്ല. കാരണം ബൈബിൾ പ്രചരിപ്പിക്കുന്ന സന്ദേശം സർവ്വലൗകികമാണ്. അതിൻ്റെ ആഹ്വാനം തന്നെ സകല ഭൂവാസികളുമായുള്ളവരെ. യെശയ്യാപ്രവചനം 45-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, സകല ഭൂവാസികളുമായുള്ളവരെ അടുത്തു വന്ന് കേൾപ്പീൻ. അപ്പോൾ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുവാൻ, ദൈവവചനം കേൾക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ ആഹ്വാനം തരുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. തുടർന്ന് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്നുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹികമായിട്ടുള്ള അവതാരം കണ്ടുകൊണ്ട് ദൂതന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അത് സവിസ്താരം രേഖപ്പെടുത്തിയിരിക്കുന്നു. കേവലം കടലും മലയും കൊണ്ട് അതിർത്തി തിരിച്ച ഒരു ഭൂവിഭാഗത്തിന്റെ കഥ പറയുന്ന പുസ്തകമല്ല, മറിച്ച് എല്ലായിടത്തുമുള്ള എല്ലാവരോടും അരുളി ചെയ്യുന്ന ദൈവത്തിന്റെ പ്രഖ്യാപനമാണിത്. അതുപോലെ ബൈബിളിന്റെ മറ്റൊരു പ്രത്യേകത, അത് പ്രഖ്യാപിക്കുന്ന ആധ്യാത്മിക മുക്തിയും അത് പ്രഖ്യാപിക്കുന്ന സ്വാതന്ത്ര്യവും എല്ലായിടത്തുമുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. അപ്പോസ്തല നടപടികൾ 17-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ എല്ലായിടത്തുമുള്ള എല്ലാവരോടും ദൈവം അരുളി ചെയ്യുന്നത്. അപ്പോൾ ആ നിലയിൽ ബൈബിൾ ഒരു സർവ്വജനീക സാന്നിധ്യമായി മനുഷ്യവർഗത്തിന് ഒന്നടങ്കം ആഹ്വാനം ചെയ്യുകയും മനുഷ്യവർഗത്തിന് വേണ്ടി ഒരുപോലെ നിലകൊള്ളുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നാലാമതായിട്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക അവതാരവും ക്രൂശ് മരണവും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്ന് ബൈബിളിന്റെ സർവ്വ
ജനീകതയുടെ സവിശേഷതയാണ്. ബൈബിൾ സാർവജനീകമായ ഒരു സാഹിത്യമാണെന്ന് തലകുലുക്കി സമ്മതിക്കാതെ നമുക്ക് തരമില്ല. ലോകത്തിലെ മറ്റൊരു മതഗ്രന്ഥങ്ങൾക്കുമില്ലാത്ത ഒരു പ്രത്യേകതയാണ് ബൈബിളിനെ കുറിച്ച് ഈ വിധം പറയുവാൻ സാധിക്കുന്നത് എന്ന് ഓർപ്പിക്കട്ടെ. അഞ്ചാമതായിട്ട് ബൈബിളിനെ കുറിച്ചുള്ള അതിപ്രധാനമായ വസ്തുത, ബൈബിൾ തികച്ചും ഒരു ശാസ്ത്രീയത ഉൾക്കൊണ്ടിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ബൈബിൾ അശാസ്ത്രീയമല്ല എന്നാണ് അർത്ഥം. കഴിഞ്ഞ കാലത്ത് ബൈബിളിനെതിരെ ഒട്ടനവധി നിരൂപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള എല്ലാ നിരൂപണങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് കാലത്തിലൂടെ ജൈത്രയാത്ര ചെയ്യുകയാണ് കാലം കണ്ട കരുത്തേറിയ ഈ ആത്മീയ ഗ്രന്ഥം. ബൈബിളിനെ വെല്ലുവിളിച്ച ആളുകൾ അതിനെതിരെ ഉയർത്തിയ വാദങ്ങൾ ബൈബിൾ അശാസ്ത്രീയമാണെന്നായിരുന്നു. എന്നാൽ ഇന്ന് ധൈര്യത്തോടെ ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ, ബൈബിൾ തികച്ചും ശാസ്ത്രീയമാണ്. അതിന് ഉപോത്ബലകമായ 2 ന്യായങ്ങൾ പറയുകയാണ്. ഒന്നാമതായിട്ട്, നാം അധിവസിക്കുന്ന ഈ ഭൂമി എന്ന ഗോളം നിലനിൽക്കുന്നത് 4 ആണിയുടെ മുകളിലാണെന്ന് പൗരാണിക കാലം മുതൽ വിശ്വസിച്ചിരുന്നു. ഇന്ത്യയിലെ വാൽമീകി രാമായണത്തിലും ഗ്രീക്കരുടെ പുരാണങ്ങളിലും അങ്ങനെ വിവക്ഷിച്ചിരുന്നു. ഭൂമിയെ ചുമക്കുന്ന ഈ ഗതകങ്ങളെ ദിഗ്ഗതകങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഇന്നേക്ക് ഏകദേശം 4000 ആണ്ടുകൾക്ക് മുമ്പായി ജീവിച്ചിരുന്ന കിഴക്ക് ദേശക്കാരനായ ഇയ്യോബ് താൻ എഴുതിയ കുറിപ്പിൽ ഇങ്ങനെ പറയുകയുണ്ടായി: ഉത്തര ദിക്കുകളെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. നാം അറിയുന്നത് പോലെ ഈ ബൈബിൾ പ്രഖ്യാപനം തികച്ചും ശാസ്ത്രീയമാണ്. ഭൂമിയെ ദൈവം നാസ്തികത്തിൽ നിർത്തിയിരിക്കുന്നു. ഈ പരമ യാഥാർത്ഥ്യം ശാസ്ത്രീയമായി ലോകം അംഗീകരിച്ചിരിക്കുമ്പോൾ 4000 ആണ്ടുകൾക്ക് മുമ്പ് ഈ ശാസ്ത്രീയ സത്യത്തെ ബൈബിളിൽ ഇങ്ങനെ എഴുതുവാൻ ഇടയായത് ഈ ഗ്രന്ഥം ദൈവനിശ്വാസ്യമായതിനാലാണെന്ന് തൊഴുകൈയോടെ നാം അംഗീകരിച്ചേ പറ്റൂ. ദൈവവചനമായ വിശുദ്ധ ബൈബിളിന് തെറ്റുപറ്റിയിട്ടില്ല എന്നതിന് ഇതിനേക്കാൾ മറ്റൊരു തെളിവ് നമുക്ക് ആവശ്യമില്ലല്ലോ. 2, ഭൂമിയുടെ ആകൃതി സംബന്ധിച്ചുള്ള മറ്റൊരു വസ്തുതയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഭൂമി തളിക പോലെ പരന്നതാണെന്ന് ആദ്യകാലങ്ങളിൽ ആളുകൾ ധരിച്ചു വെച്ചിരുന്നത്. പ്രാചീനകാല മനുഷ്യരുടെ ചിന്താഗതി അങ്ങനെയായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ബൈബിൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഭൂമി പരന്നതല്ല, മറിച്ച് ഗോളാകൃതിയാണെന്ന്. ഇയ്യോബിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഭൂമി വൃത്താകാരമാകുന്നു. അത് BC 1000 ആണ്ടിൽ ജീവിച്ചിരുന്ന ഇസ്രായേലിന്റെ പ്രഗത്ഭനായിരുന്ന സോളമൻ ചക്രവർത്തി എഴുതിയത് നീ ഭൂമിക്ക് വൃത്താകാരം വരച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഭൂമി വൃത്താകൃതി പൂണ്ടതാണ്. ഈ വാക്കുകൾ ശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നതാണെന്നുള്ളത് നമുക്ക് പകൽ പോലെ വ്യക്തമായിട്ടുള്ളതാണ്. കേവലം പന്തുപോലെ ഉരുണ്ടതല്ല, മറിച്ച് മണ്ഡലാകൃതിയിലാണ്. BC 750 ജീവിച്ചിരുന്ന ഇയ്യോബ് 40:22 ഇങ്ങനെ രേഖപ്പെടുത്തി: അവൻ ഭൂമണ്ഡലത്തിനു മീതെ അധിവസിക്കുന്നു. മൂന്നാമതായിട്ട്, ബൈബിളിന്റെ പ്രഖ്യാപനങ്ങളിൽ പ്രധാനമായ മറ്റൊരു കാര്യം സൂര്യചന്ദ്രാദികളെ കുറിച്ചുള്ളതാണ്. പ്രാചീന ലോകത്തിൽ ജനങ്ങൾ ധരിച്ചു വച്ചിരുന്നത് സൂര്യചന്ദ്രന്മാർ ദേവന്മാർ എന്നതായിരുന്നു. എന്തിനേറെ നമ്മുടെ നാട്ടിൽ എൻ്റെ ബാല്യത്തൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് ആ കാലഘട്ടങ്ങളിൽ അങ്ങനെ വിശ്വസിച്ചു പോന്നിരുന്നു. എന്നാൽ പ്രപഞ്ചത്തിലെ സൃഷ്ടിജാലങ്ങളെ എല്ലാം ദൈവങ്ങളായി ആരാധിച്ചിരുന്ന പഴയ കാലത്ത് അവർ സൂര്യചന്ദ്രന്മാരെ അങ്ങനെ ധരിച്ച് ആരാധിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇന്നും സൂര്യ നമസ്കാരവും ചന്ദ്രഗതി നോക്കി നോമ്പ് നോക്കലും തുറക്കലും പല മതങ്ങളിലും നമുക്ക് കാണാം. ചിലരുടെ മതചിഹ്നങ്ങൾ പോലും ഈ അത്യാധുനിക കാലത്തും ചന്ദ്രക്കലയാണെന്നത് നാം വിസ്മരിക്കരുത്. എന്നത് മാത്രമല്ല, അത്തരക്കാർ ഇപ്പോഴും ഗോത്ര സംസ്കാരത്തിന്റെ മടിത്തട്ടിൽ താരാട്ട് കേട്ട് ഉറങ്ങുന്നവരാണ് എന്നുള്ളതും നാം അറിഞ്ഞിരിക്കണം. ഇങ്ങനെ സൂര്യചന്ദ്രാദികളെ ആരാധിക്കുവാൻ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ പ്രഭാതമാകുകയും മനുഷ്യ സമൂഹവും നിദ്ര വിട്ട് എഴുന്നേൽക്കുകയും ചെയ്യുന്നു. സന്ധ്യ വരെ അവർ അധ്വാനിക്കുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ മനുഷ്യർ നിദ്രയിലേക്ക് കാണ്ടുപോകുന്നു. ഉണർത്തുകയും വെളിച്ചം തരികയും ചെയ്യുന്ന പ്രക്രിയ നടത്തുന്ന സൂര്യനെ അവർ ദേവനായി കരുതിപ്പോന്നു. അതുമാത്രമല്ല, രാത്രികാലങ്ങളിൽ പ്രകാശം പരത്തുകയും അവർക്ക് ആവശ്യമായ വെളിച്ചം നൽകുകയും ചെയ്യുന്ന ചന്ദ്രനെയും അവർ ദൈവങ്ങളായി തന്നെ കരുതി. അവയ്ക്കെല്ലാം തന്നെ മന്ത്രതന്ത്രങ്ങൾ ഉണ്ടാക്കി ആരാധിച്ചു പോന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത് പോലെ ഇന്നും പല മതവിശ്വാസികളും അത് തുടർന്നു പോരുന്നു എന്നുള്ളത് നാം വിസ്മരിക്കരുത്. ഈ സൂര്യചന്ദ്രാദികൾ ദൈവങ്ങളല്ല, അവ ആരാധ്യ വസ്തുക്കളല്ല എന്ന് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്ന സത്വാർത്താ വാഹകരെ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും പീഡിപ്പിക്കുന്നു
എന്ന വസ്തുത നാം മറച്ചു വെച്ചുകൂടാ. എന്നാൽ ഈ സത്യങ്ങളെ ബൈബിളിൻ്റെ അകത്തളങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടാണ് അവർ ഈ വസ്തുതകളെ സത്യസന്ധമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമതായിട്ട് ബൈബിൾ പ്രഖ്യാപിക്കുന്ന സൂര്യചന്ദ്ര നക്ഷത്രാദികൾ സൃഷ്ടികോളങ്ങളാണ്. 1969 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി ആഹ്ലാദിച്ചപ്പോൾ അന്ധവിശ്വാസത്തിലെ ഒരു ദൈവത്തിന് മരണം സംഭവിക്കുകയായിരുന്നു. A.T. കോവൂർ ഒരു പുസ്തകം എഴുതി, ദൈവത്തിന്റെ മരണം. പക്ഷേ ക്രിസ്തു ഭക്തർ അത് തിരുത്തി എഴുതി, ദൈവത്തിന്റെ മരണമല്ല, അന്ധവിശ്വാസത്തിലെ ദൈവത്തിന് സംഭവിച്ച മരണമാണ് എന്നാണ് ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം അതിനെക്കുറിച്ച് പറഞ്ഞത്. ബൈബിൾ പ്രഖ്യാപിക്കുന്ന ദൈവത്തിന് അതുമൂലം ഹാനി സംഭവിക്കുകയില്ല. നമ്മുടെ ദൈവം നിതാന്ത നിത്യനാണ്, അനന്ത സത്തയാണ്, സനാതന പൊരുളാണ്. അവിടുത്തെ സൃഷ്ടപ്രപഞ്ചത്തിലെ കാണപ്പെടുന്ന സൃഷ്ടഗോളങ്ങൾ മാത്രമാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ. അതൊന്നും ദേവന്മാരല്ലെന്ന് സ്ഥാപിക്കപ്പെടുകയുണ്ടായി. മാത്രമല്ല, ബൈബിൾ ശാസ്ത്രീയമാണെന്നതിന് ഇതുപോലെ എത്രയോ തെളിവുകൾ നിരത്തി വെക്കുവാൻ നമുക്ക് സാധിക്കും. അതേ വിസ്താര ഭയത്താൽ ഞാൻ വിട്ടുകളയുകയാണ്. 1935 അമേരിക്കയിലെ സയൻസ് റിസർച്ച് ബ്യൂറോയുടെ ഡയറക്ടറായിരുന്ന ഹാരി M.R. 27 രാജ്യങ്ങളിൽ ഒരു വിളംബരം ചെയ്യുകയുണ്ടായി. ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന ബൈബിൾ അശാസ്ത്രീയമെന്ന് തെളിയിക്കുന്ന ആർക്കും $1000 ഇനാം നൽകുമെന്ന് 1935 ഹാരി M.R. പ്രഖ്യാപിച്ച $1000 ഇവിടെയുള്ള നാസ്തിക ആചാര്യന്മാരുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്ലോസിന്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുകയാണ്. എന്നാൽ നമ്മുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന വിശ്വാസ സംഹിത, പവിത്ര സംഹിതയായ ബൈബിൾ ഇന്നും അതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ബൈബിളിനെ സംബന്ധിച്ച് ഇത് ശാസ്ത്രീയമാണെന്ന് അഭിമാനം കൊള്ളുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇതുവരെ വിശുദ്ധ ബൈബിൾ വാങ്ങിയിട്ടില്ലെങ്കിൽ, വായിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാം. ഞങ്ങൾ നിങ്ങൾക്ക് വിശുദ്ധ ബൈബിൾ എത്തിച്ചു തരുവാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക പുസ്തകത്തെ കൂടെ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ പുസ്തകം സ്വതന്ത്ര ഇന്ത്യ വിമോചനത്തിന്റെ വിത്ത്, റവറൻഡ് ഡോക്ടർ ജോൺസൺ തേക്കടിൽ എഴുതിയതായിട്ടുള്ള ഈ മനോഹര പുസ്തകം 308 പേജുകളുള്ള പുസ്തകത്തിന് 290 രൂപയാണ് വില. നമുക്കൊക്കെ സുപരിചിതനായിട്ടുള്ള ഡോക്ടർ മോഹൻദാസ് വള്ളിക്കാവാണ് ഇതിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ആമുഖമായിട്ടുള്ള സന്ദേശം നൽകിയിരിക്കുന്നത് മാർ ഔഗിൻ കുര്യാക്കോസ് എന്ന് പറയുന്ന അഭിമന്യ മെത്രാപ്പോലിത്തയാണ്. നിങ്ങൾക്ക് ഈ പുസ്തകം 290 രൂപയ്ക്ക് ലഭ്യമാണ്. പോസ്റ്റേജ് വഴിയായിട്ട് വേണ്ടിയവർ പോസ്റ്റേജും കൂടെ അയച്ചു തരണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. 9947003777. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.